റിപ്പോർട്ടർ ബ്രേക്കിംഗ്. 16 കോടി രൂപ വില വരുന്ന കൊക്കെയിൻ വയറ്റിലാക്കി ബ്രസീലിയൻ ദമ്പതികൾ ജീവൻ പണയം വെച്ച് യാത്ര ചെയ്തത് എത്ര ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണെന്നറിയാമോ? 3 ലക്ഷം രൂപയുടെ കമ്മീഷന് വേണ്ടിയാണെന്ന് അന്വേഷണ സംഘം. ലഹരി കൈമാറേണ്ടയാളുടെ വിവരം ഇരുവർക്കും ബ്രസീലിലെ ലഹരി സംഘം നൽകിയിട്ടില്ല. തിരുവനന്തപുരത്തെ ഹോട്ടലിൽ എത്തിയ ശേഷം വാട്സപ്പിൽ ബന്ധപ്പെടാൻ മാത്രമായിരുന്നു നിർദ്ദേശം. കൂടുതൽ വിവരങ്ങൾക്കായി ഇരുവരെയും ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വീണ്ടും ചോദ്യം ചെയ്യും. എസ് ശരൺ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഗുഡ് മോർണിംഗ് ശരൺ. കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്നു. ആ ദൃശ്യങ്ങൾ ആദ്യം പുറത്തുവിട്ടത് നമ്മളാണ്. ബ്രസീലിയൻ ദമ്പതികൾ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞു. 163 ഗുളികകളാണ് വയറ്റിൽ വിഴുങ്ങിയത്. ആ വിഴുങ്ങിയ ഗുളികകളുമായിട്ടാണ് ഇവിടേക്ക് അവർ വന്നത്. പിന്നീട് ആ ഗുളികകളെല്ലാം ഇപ്പോൾ പുറത്തെടുത്തു. 16 കോടി രൂപ വില വരുന്നു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടി. പക്ഷെ അതിന് കമ്മീഷൻ, ഈ തുച്ഛമായ കമ്മീഷന് വേണ്ടിയാണോ ഈ അതിസാഹസികമായ യാത്ര നടത്തിയത്, ഈ കടത്ത് നടത്തിയത് ഈ രണ്ടുപേരും? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. എന്തായാലും തുച്ഛമായ കമ്മീഷന് വേണ്ടിയാണ് ഇരുവരും ഇത്തരത്തിലൊരു സാഹസികമായ യാത്ര നടത്തിയെന്നുള്ളതാണ് അന്വേഷണ സംഘം ഇപ്പോൾ പറയുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നതാണ്. ഇന്നലെ രാത്രി നമ്മളാണ് ആ ദൃശ്യങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നത്. ആ രണ്ടുപേരുടെയും ദൃശ്യങ്ങൾ ആദ്യമായി റിപ്പോർട്ടറിലൂടെയാണ് പുറത്തുവരികയും ചെയ്തിരുന്നത്. അതിൽ കൃത്യമായി തന്നെ, അതായത് ഇവരെ സംബന്ധിച്ച് ഇവർ അവിടെ നിന്ന്, ബ്രസീലിൽ നിന്ന് 163 കൊക്കൈൻ ഗുളികളാണ് വിഴുങ്ങിയിരുന്നത്. അത് ഏതാണ്ട് പുറത്തെടുത്ത് കഴിഞ്ഞപ്പോൾ 1.67 കിലോ ആണ് ഉണ്ടായിരുന്നത്. അത് 16 കോടി മാർക്കറ്റിൽ വില വരുമെന്നുള്ളതാണ് DRI പറയുന്നത്. പക്ഷേ ഇവർക്ക് കമ്മീഷനായി വാഗ്ദാനം ചെയ്തിരുന്നത് 3 ലക്ഷം രൂപയാണ്. അതായത് ഒരാൾക്ക് 1.5 ലക്ഷം വീതം എന്നുള്ള കമ്മീഷന്റെ വാഗ്ദാനത്തോടു കൂടിയാണ്, ഈ ലഹരി സംഘത്തിന്റെ വാഗ്ദാനത്തോടു കൂടിയാണ് ഇവർ അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തിരുന്നത്. അതിനിടയിലാണ് DRI സംഘം ഇവരെ കസ്റ്റഡിയിലെടുത്ത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ തുടക്കത്തിൽ ഇവർ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ എത്തിച്ച് സ്കാനിംഗ് നടത്തിയപ്പോൾ ഇവരുടെ വയറിൽ ഗുളിക കണ്ടെത്തുകയും ചെയ്തിരുന്നത്. അതിൽ തന്നെ 3 ദിവസം എടുത്താണ് ഈ 163 കൊക്കൈൻ ഗുളികകൾ പുറത്ത് എത്തിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി കൂടുതൽ അന്വേഷണം നടത്തുന്നതിൽ വെല്ലുവിളികൾ ഉണ്ടെന്നുള്ളത് കൂടിയാണ് DRI പറയുന്നത്. അതായത് സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള കടത്ത് നടക്കുമ്പോഴൊക്കെ തന്നെ അവിടെ നിന്ന് വരുമ്പോൾ, അതായത് ആർക്കാണ് കൈമാറേണ്ടതെന്നുള്ള വിവരം ലഹരി കടത്ത് സംഘങ്ങൾ ഇവർക്ക് നൽകാറില്ല സാധാരണ. അതായത് അത്തരത്തിൽ കൈമാറുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ പിടിക്കപ്പെടുമ്പോൾ തങ്ങളിലേക്ക് അന്വേഷണം എത്തിച്ചേരുമെന്നുള്ളൊരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാകാം ഇവർ അത്തരത്തിൽ കൈമാറാത്തുമെന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇവരോട് പറഞ്ഞിരുന്നത്, നിങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം തിരുവനന്തപുരത്തെ ഹോട്ടൽ മുറിയിലേക്ക് പോവുക, അവിടെ പോയി സേഫ് ആണെന്ന് ഉറപ്പുവരുത്തുന്നതോടുകൂടി തന്നെ തങ്ങളെ വാട്സപ്പിൽ ബന്ധപ്പെടുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള നിർദ്ദേശം തങ്ങൾ നൽകുമെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ 2 പേരും റിമാൻഡിലാണ്. സ്വാഭാവികമായിട്ടും കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇതിൽ തന്നെ ഏറ്റവും നിർണായകമായി മാറുന്നത് 2 പേരുടെയും മൊബൈൽ ഫോണുകളാണ്. ഈ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഫലം അടക്കം വെച്ചുകൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ DRI തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത്. 16 കോടി കൊക്കൈൻ വയറ്റിൽ ഗുളികയാക്കി വയറ്റിൽ കടത്തിയിരിക്കുന്നത് അത് 3 ലക്ഷത്തിന്റെ കമ്മീഷന് വേണ്ടി എന്നുള്ളതാണ് DRI പറയുന്നത്. ഓക്കെ, താങ്ക് യു ശരൺ. പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ചു, 163 ഗുളികകളെ, ജീവിതം തീർന്നു പോയതിന് ഒരു ഗുളികയിലെ പ്ലാസ്റ്റിക് കവർ പൊട്ടിയാൽ മതിയായിരുന്നു. 3 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയാണ് ഇവർ ഈ പണിയെടുത്തത്.